ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു ചെറിയ മേക്ക് ഓവറും പിന്നെ ഒരു തൃശ്ശൂർ യാത്രയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആലോവേര ജെല്ലാണ് തേക്കുന്നത്. അതൊരു സോഫ്റ്റ്നെസ്സിനായിട്ട് തേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സെബാമെഡിൻ്റെ മോയ്സ്ചറൈസർ തേച്ചു. പിന്നെ ഫൗണ്ടേഷൻ തേച്ച് പിടിപ്പിക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു രാക്ഷസൻ്റെ പോലെയൊക്കെ തോന്നി. അങ്ങനെ ഞാൻ മെല്ലെ ഇരുന്ന് തേച്ച് പിടിപ്പിച്ചു. പിന്നെ ഗ്ലോസ് കുറച്ച് തേച്ചു. അത് കഴിഞ്ഞിട്ട് കോമ്പാക്ട് പൗഡർ തേച്ചു. പിന്നെ ഐലൈനർ കൊണ്ട് ഞാൻ കണ്ണെഴുതി. ഐലൈനർ ഇല്ലാണ്ട് നമുക്ക് കണ്ണെഴുതാൻ പറ്റില്ലല്ലോ. തൊട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് മുടി ചീന്താനാണ് മക്കളെ പണി. അങ്ങനെ മുടി എങ്ങനെയൊക്കെയോ വലിച്ച് പറിച്ച് ചീന്തി രണ്ട് സൈഡും ക്ലിപ്പ് കുത്തി ബണ്ണിട്ടു. പിന്നെ ഒരു കമ്മലിട്ടപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, ഒന്ന് കുടുങ്ങിപ്പോയത്. അതിന് ഞാനത് ശരിയാക്കി. എനിക്ക് കണ്ടപ്പോൾ കുറച്ച് വലിയ കമ്മലായിട്ട് തോന്നി. പിന്നെ വാച്ചിട്ടു, നേരെ ചേലക്കരയിലോട്ട് പോയി. അനിയത്തി ഇന്നലെ അവിടെ ഇരുന്ന് സ്റ്റേ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അവളെന്നെ എടുത്തിട്ട് നേരെ തൃശ്ശൂർ പോകാൻ വിചാരിച്ചു. അങ്ങനെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ പോയി. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഹൈലൈറ്റ് മാളിൽ പോയതാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടോ തോന്നുന്നു ചില സാധനങ്ങൾക്കൊക്കെ ഭയങ്കര പ്രൈസാണ് കേട്ടോ. എനിക്ക് കൂടുതൽ പ്രൈസായിട്ട് തോന്നിയത് ഈ കാഷ്യൂനട്ട് ഐറ്റംസിനാണ് കുറച്ചുകൂടി തോനെ പ്രൈസായിട്ട് തോന്നിയത്. പിന്നെ അവിടെ നമ്മൾ കാണാത്ത പല സാധനങ്ങളും അവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡയറീസൊക്കെ ഇങ്ങനെ വെക്കുന്നത് കാണുന്നത്. അപ്പോൾ ലുലു മാളിലൊന്നും ഞാൻ ഇങ്ങനെ ഇത്ര ഡയറി ഒന്നും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഹൈലൈറ്റ് മാള് ലുലു ഡേയ്സിൻ്റെ തന്നെയാണ്. പക്ഷേ എന്നാലും അവിടെ ഞാനിങ്ങനെ ഇതൊന്നും കണ്ടിട്ടില്ല, ഡയറീസൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഷാംപൂസ് ആയാലും സോപ്സ് ആയാലും ഒക്കെ അവിടെ കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ഞാൻ അത്ര പോയില്ല വീഡിയോ എടുക്കാൻ. അവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അവിടെ പോയില്ല. പക്ഷേ കിച്ചണിലാണെങ്കിലും നമുക്ക് കഴിക്കാത്ത പല സാധനങ്ങളും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ, ഹൈലൈറ്റ് മാൾ ട്രിപ്പ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ ചില നിലകളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ എത്രാമത്തെ ഫ്ലോർസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് ജനുവരിയിലോ ഫെബ്രുവരിയിലൊക്കെ ആയിട്ടാണ് അവരത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. താങ്ക് യു. ദിസ് ഇസ് ആരാധ്യ ചാനൽ.